ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 2x² + 5x - 7/x - 1. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 ആണ് അല്ലേ? നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 2x² + 5x - 7 / x - 1. ലിമിറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ എക്സിന് 1 കൊടുത്താൽ എനിക്ക് 0/0 കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ 2 × 1². 2 × 1² 2 ആണ്. പിന്നെ 5 × 1 അത് 5 ആണ്. പിന്നെ -7. താഴെ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 - 1. ഇതെന്താണെന്ന് നോക്കിയേ. 7 - 7 0. താഴെ 0. 0/0 എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഫെയിലായി. അപ്പോൾ പോളിനോമിയൽസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ ഒന്നും ചെയ്യാനില്ല. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം. ന്യൂമറേറ്റർ ഒന്ന് ഫാക്ടറൈസ് ചെയ്താലോ? ഇതിനു മുമ്പ് പഠിച്ച ഫാക്ടർ തിയറം ഓർമ്മയുണ്ടല്ലോ. ഇവിടെ എക്സിന് ഞാൻ 1 കൊടുത്തപ്പോൾ എനിക്ക് 0 കിട്ടിയിരുന്നു ഇല്ലേ? അപ്പോൾ എക്സിന് 1 കൊടുത്തപ്പോൾ ഈ പോളിനോമിയൽ 0 വന്നിരുന്നു. അതുകൊണ്ട് x - 1 ഒരു ഫാക്ടർ ആയിരിക്കും. ഫാക്ടർ തിയറം അതാണ് പറയുന്നത്. എക്സിന് a കൊടുക്കുമ്പോൾ 0 വരുന്നുണ്ടെങ്കിൽ x - a ഫാക്ടറാണ്. എക്സിന് 1 കൊടുത്തപ്പോൾ 0 വന്നു. അതുകൊണ്ട് x - 1 ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. മറ്റേ ഫാക്ടർ കൂടി കാണണം. ഇത് രണ്ടും ഓപ്പൺ ചെയ്യുമ്പോഴല്ലേ നമുക്ക് 2x² വരുന്നത്. x × 2x. ഇവിടെ 2x വരണം അല്ലേ? x × 2x. അപ്പോഴാണ് 2x² വരുന്നത്. പിന്നെ -7 കിട്ടണം. -1 × +7 ചെയ്താൽ മാത്രമേ -7 വരുള്ളൂ. ഓപ്പണിംഗ് ആണല്ലോ ചെയ്യുന്നത്. -1 + 7 ചെയ്താലാണ് -7 കിട്ടുള്ളൂ. ഇപ്പം -1 + 7. ഇനി നമുക്ക് x - 1 മുകളിലും താഴെ വെട്ടിക്കളയാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x - 1 വെട്ടിപ്പോയിട്ട് 2x + 7 കിട്ടും. ഇനി നമുക്ക് നേരിട്ട് എക്സിന് 1 കൊടുക്കാൻ പറ്റും. ഇനി കുഴപ്പമില്ലല്ലോ. എക്സിന് 1 കൊടുത്താൽ 2 × 1 + 7 വരും. ദാറ്റ് ഈസ് 9 ആണ് ഇതിൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ?